ഹലോ, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് ഇന്ന് പത്തിരി ഉണ്ടാക്കാം. അത് തിരുവനന്തപുരം ഭാഗത്തോട്ട് ഇതിന് പത്തിരി എന്നല്ല പറയുന്നത്. ഇത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അവരുടെ ആ ഭാഗത്തുള്ള ഒരു സ്പെഷ്യൽ ഫുഡാണിത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം നമ്മൾ പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം അവിടെ തിളയ്ക്കട്ടെ. തിളയ്ക്കുന്നതിനിടയിൽ നമുക്ക് കുറച്ച് തേങ്ങ തിരികെ വയ്ക്കാം. വെള്ളം നല്ല ഇതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ആ തിളച്ച വെള്ളത്തിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയും തേങ്ങയാണ് എടുത്തേക്കുന്നത്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മാവിട്ട് കൊടുക്കാം. മാവെന്ന് വെച്ചാൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാമേ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഒന്ന് തണുക്കട്ടെ. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിന് സന്നാഹങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നത് പോലെ ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി വെക്കാൻ പോവാണ്. മാവ് പരത്താനുള്ള സാധനം അത് നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കാനുള്ള പാത്രം നമ്മൾ ഓണാക്കി ചെറിയ തീയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം. ഞാൻ രണ്ടായിട്ട് ഉരുട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് വളരെ നൈസായിട്ടും വേണ്ട, ഒരുപാട് കട്ടിയും വേണ്ട, എന്നാൽ ആവശ്യത്തിന് കുറച്ച് കട്ടിയും വേണം. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്ക് പരത്തിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേ വലിപ്പത്തിന് പരത്തിയെടുത്തിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ വട്ടം കൊണ്ട് നമ്മൾ പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേ വലിപ്പത്തിന് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേ വലിപ്പത്തിന് പരത്തിയെടുത്ത് ചെറിയ തീയിലിട്ട് ചുട്ടെടുക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണയൊന്നും ചേർക്കണ്ട കേട്ടോ. ഒരു തുള്ളി എണ്ണ പോലും ആവശ്യമില്ല. നമ്മൾ മാവ് കുഴച്ച സമയത്ത് നമ്മൾ ഒരു സ്പൂൺ എണ്ണ ചേർത്തിരുന്നു. അത് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ചേർത്തതാണ്. ഒരു ചെറിയൊരു മണവും കൂടിയൊക്കെ കിട്ടും. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തുള്ളി എണ്ണയുടെ ആവശ്യം പോലുമില്ല. ഇത് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ബാക്കിയുള്ള മാവും കൂടി ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേട്ടോ. അങ്ങനെ പത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. നമുക്കൊരു കറിയും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.